അറ്റവും ആഴവും കാണാത്ത കടൽ, ഉയർന്നമരുന്ന തിരമാലകൾ. അതിനിടയിൽ ഒരു കൊച്ചു തിമിംഗലം ജലപ്പരപ്പിൽ പൊങ്ങിവന്ന് വെള്ളം ചീറ്റി. അല്പം കഴിഞ്ഞ് താഴെ. അമ്മേ, മുകളിൽ പോയപ്പോൾ ഞാൻ ചില കിളികളെ കണ്ടു. അവർ കിഴക്കോട്ടിങ്ങനെ പറന്നു പോവുകയാണ്. കരയിലേക്കാണത്രേ. നമുക്കും അങ്ങനെ എന്തെങ്കിലും പറക്കാൻ പറ്റുമോ? മോനെ, മണ്ടത്തരം പറയരുത്. നടക്കാത്ത കാര്യങ്ങൾ ആലോചിച്ച് സമയം കളയുന്നത് എന്തിനാ? മുത്തച്ഛൻ എപ്പോഴും ചൊല്ലാറുള്ള കവിത ഓർമ്മയില്ലേ? വലുതായുള്ള വസ്തുക്കൾ വൻപാത്രത്തിലിരിക്കണം, തിമിംഗലങ്ങൾ എപ്പോഴും സമുദ്രത്തിൽ വസിക്കണം. കൊച്ചു തിമിംഗലം പിന്നെ ഒന്നും മിണ്ടിയില്ല. കാട്ടിൽ കടിയൻ സിംഹത്തിന്റെ ഗുഹയ്ക്ക് മുന്നിൽ ഇരിക്കാൻ നല്ല ഉയരമുള്ള ഒരു ഇരിപ്പിടം വേണം, ഒരു സിംഹാസനം. സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്താ സൂത്ര? സിംഹാസനം എന്ന് പറഞ്ഞാൽ അങ്ങേർക്കുള്ള ഇരിപ്പിടം തന്നെ. സിംഹാസനം കൊണ്ടുവന്നിട്ടുണ്ട്, ചേട്ടൻ ഇഷ്ടപ്പെടും. ഹി ഹി ഹി. ഹും, ഇതാണോ ഉയരമുള്ള സിംഹാസനം? കാല് നിലത്ത് മുട്ടുന്നല്ലോ. ആ, അതിന് കാല് പൊക്കി പിടിച്ചാ പോരെ. കൊണ്ട് പോടാ ടോങ്. എന്റെ കാട്ടുമുത്തപ്പാ, എന്നാ പിന്നെ ഇത് മതിയാകും. ഇനി ഞാൻ വരുന്നില്ല, താൻ കൊണ്ട് കൊടുത്താ മതി. സിംഹാസനത്തിന്റെ പൊക്കം കൂട്ടിയിട്ടുണ്ട്. ഷേ, ഇതും ഉയരം പോരാ. ഞാൻ സിംഹാസനത്തിൽ ഇരുന്നാൽ കാട്ടിൽ എല്ലാവർക്കും കാണാൻ പറ്റണം. എങ്കിൽ എല്ലാവരെയും വിളിച്ച് ചുറ്റും നിർത്തിട്ടെ കാണാൻ. മണ്ടൻ, പോയി പൊക്കം കൂട്ടിടോ. അതിനിടെ കുട്ടൂസിന്റെ വീട്ടിൽ. ഗോളടിച്ചു കുട്ടൂസ, ഗോളടിച്ചു. ഗോളടിച്ചോ? എത്ര ഗോളടിച്ചു? ഗോളടിച്ചു എന്നാ പറഞ്ഞത്. കണ്ടോ, മായാവിയെ കിട്ടി. കലക്കി. അപ്പോൾ ഇന്ന് ഡബിൾ കോൾ ആണല്ലോ. ഡബിളോ? ഒരു മായാവിയല്ലേ കിട്ടിയുള്ളൂ. എടാ മണ്ട, കുട്ടാലുവിന്റെ ഗുഹയിൽ നിന്ന് നുണപ്രതിമ കിട്ടിയ കാര്യം നീ മറന്നോ? അത് ശരിയാ. മായാവിയെ കണ്ട ആവേശത്തിൽ ഞാനത് മറന്നു. നുണപ്രതിമയോ? അതെന്താ? തകർപ്പൻ സൂത്രമാ ഡാക്കിനി. ഒരു ചെറിയ പ്രതിമ. അതിൻ്റെ മുന്നിൽ വെച്ച് ആരെങ്കിലും നുണ പറഞ്ഞാൽ പറഞ്ഞ നുണ അതേപടി സംഭവിക്കും. ആ പിള്ളേരുടെ വീട് പൊളിഞ്ഞു വീണു എന്നൊക്കെ നുണ കാച്ചാനിരിക്കുകയായിരുന്നു ഞങ്ങൾ. എങ്കിൽ ഉടനെ അവരുടെ വീട് പൊളിയുമല്ലോ. ഹി ഹി ഹി. തട്ടുതകർപ്പൻ ഐഡിയ. കൂടുകൈ കുട്ടൂസ. ഹി 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 ഹി. പ്രതിമ കണ്ടില്ലല്ലോ. കാണിച്ചു തരാം, പക്ഷേ നുണയൊന്നും കാച്ചിയേക്കരുത്. ദാ, ഇവനാണ് പുള്ളി. ഷോ, ഒരു ചക്കക്കുരുവിന്റെ വലിപ്പമേ ഉള്ളൂ. ഹി 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 ഹി. ആ മുഞ്ചാസനെങ്ങാനും പ്രതിമ കണ്ടിരുന്നെങ്കിൽ ആകെ കുഴപ്പമായേനെ അല്ലേ? മുഞ്ചാസനോ? അതാരാ? ഡാക്കിനെ അറിയില്ലേ? ലോകപ്രശസ്ത നുണയനാ. ഓ, മനസ്സിലായി. മൂപ്പര് പണ്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഹേയ്, ഇല്ല, ഇവിടെ വന്നിട്ടില്ല. ഉണ്ടെന്നേ, ഞാൻ കണ്ടതല്ലേ. നുണ പറയല്ലേ. പ്രതിമയുടെ മുന്നിൽ വെച്ച് നുണ പറഞ്ഞാൽ. കുട്ടൂസൻ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് അപ്പോഴതാ ഒരു യുദ്ധവിമാനം വരുന്നു. അത് വന്ന് ആകാശത്ത് ബ്രേക്ക് ഇട്ടങ്ങ് നിർത്തി. അതിൽ നിന്ന് രണ്ടാൾ പൊക്കമുള്ള ഒരു ഭയങ്കരം പടയാളി താഴേക്ക് ഒറ്റ ചാട്ടം. നരഭോജികളുടെ ദ്വീപിലെ പടയാളിയാണ്. നോക്കുമ്പോഴല്ലേ അത് വിമാനമല്ലായിരുന്നു, ഒരു കൊച്ചു തിമിംഗലത്തെയാണ് വിമാനം പോലെ ശ്രീമാൻ നരഭോജി പറത്തിക്കൊണ്ട് വന്നത്. നിർത്തടോ നിണേ. ആരാ നിങ്ങളൊക്കെ? ആരാ? ലുട്ടാപ്പി, നുണപ്രതിമ വേഗം പെട്ടിയിലാക്കിക്കോ, അല്ലെങ്കിൽ കുഴപ്പമാ. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ചങ്ങാതിമാരോട് കഥയും പറഞ്ഞ് വീട്ടിലിരിപ്പായിരുന്നല്ലോ. സത്യം പറ, താനിപ്പോ പറഞ്ഞതൊക്കെ നുണയായിരുന്നോ?
ആണെങ്കിൽ ചതിച്ചു. പ്ടും പ്ടും. എന്താ പുറത്തൊരു ശബ്ദം? നോക്കടാ ലുട്ടാപ്പി. വാതിൽ തുറന്ന് നോക്കിയപ്പോ എൻ്റെ അമ്മേ, ചതിച്ചടാ. മുഞ്ചാസം പണി പറ്റിച്ചു.